നമസ്കാരം. ഈ നശിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വാടിക്കൽ രാമകൃഷ്ണനും കൃപേഷും ശരത് ലാലും ഷുഹൈബും അരിയിൽ ഷുക്കൂറും ടി.പി. ചന്ദ്രശേഖരനും ജയകൃഷ്ണൻ മാസ്റ്ററുമടക്കം നിരവധി പേർ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലുള്ളവർ കൊല്ലപ്പെട്ടിട്ടില്ല എന്നല്ല, പക്ഷേ ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ കൊല്ലപ്പെടുന്നതും മറ്റൊരു കൊലപാതകത്തിൻ്റെ പകരം വീട്ടിലായിരുന്നു എന്ന കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകമായിരുന്നു കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും. ജീവിതം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങുന്നതിന് മുൻപേ പീതാംബരനും സജി ജോർജും സുരേഷും അനിൽകുമാറും ഗിജിനും ശ്രീരാജും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് കാട്ടാളന്മാർ പെരുവഴിയിലിട്ട് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ രണ്ട് ചെറുപ്പക്കാരെ. പക്ഷേ അതിനേക്കാളേറെ നമ്മളെ ഞെട്ടിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് കാട്ടാളന്മാരെ രക്ഷപ്പെടുത്താനായി പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മുടക്കി കേസ് നടത്തി എന്നുള്ളതാണ്. ഒരു കേസ് CBIക്ക് വിടാതിരിക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കേസിൽ പാർട്ടിക്കോ പാർട്ടി നേതാക്കൾക്കോ പങ്കുണ്ടായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പെരിയ ഇരട്ടക്കൊലക്കേസും അരിയിൽ ഷുക്കൂർ വധക്കേസുമൊക്കെ ഇതിനുദാഹരണങ്ങളാണ്. എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകൻ SP പ്രദീപിൻ്റെയും കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെയും മരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിടണമെന്ന അവരുടെ കുടുംബങ്ങളുടെ ആവശ്യത്തെ സർക്കാർ എതിർക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും ഇതിലുണ്ട്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPM മുൻ MLA KV കുഞ്ഞിരാമനും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠനും ഉൾപ്പെടെയുള്ളവർക്ക് 5 കൊല്ലം തടവും മറ്റു 10 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയും വീതമാണ് CBI പ്രത്യേക കോടതി വിധിച്ചത്. ജാമ്യത്തിൽ പുറത്തുള്ള KV കുഞ്ഞിരാമനെ അടക്കം ജാമ്യം റദ്ദാക്കി ജയിലിൽ അടച്ചിട്ടുണ്ട്. പക്ഷേ ഇരയോടൊപ്പം നിൽക്കുകയാണെന്ന് തോന്നിപ്പിക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്ന CPMൻ്റെ പതിവ് രീതി തന്നെയാണ് കോടതി വിധിക്ക് ശേഷവും CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയ KV കുഞ്ഞിരാമനും K മണികണ്ഠനും അടക്കമുള്ള കൊലയാളികളെ പുറത്തിറക്കാനുള്ള നീക്കമാണ് CPM ഇപ്പോൾ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊലക്കുറ്റമടക്കം ചുമത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 10 പ്രതികൾക്ക് ശിക്ഷ ഇളവ് നേടിയെടുക്കുന്നത് എളുപ്പമല്ലെന്ന നിയമോപദേശമാണ് പാർട്ടിക്ക് കിട്ടിയിട്ടുള്ളത് എങ്കിലും 5 കൊല്ലം തടവ് ശിക്ഷ ലഭിച്ച KV കുഞ്ഞിരാമനും K മണികണ്ഠനും രാഘവൻ വെളുത്തോളിയും KV ഭാസ്കരനും ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷ ഇളവ് ലഭിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും സ്റ്റേ കിട്ടിയാൽ ജാമ്യം നേടി പുറത്തിറങ്ങാനുമാണ് പ്രതികളുടെ പദ്ധതി. ഗൂഢാലോചനയും CPMൻ്റെ ഇടപെടലും അന്വേഷണ സംഘം വേണ്ടത്ര രീതിയിൽ കണ്ടെത്തിയിട്ടില്ലെന്ന് കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് പരാതിയുണ്ട്. വിട്ടയച്ച 10 പേർ, 5 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട 4 പേർ, കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് കൊലവിളി പ്രസംഗം നടത്തിയ CPM ജില്ലാ കമ്മിറ്റി അംഗം VPP മുസ്തഫ എന്നിവർക്കെതിരെ തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെടാനാണ് കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബങ്ങളുടെ തീരുമാനം. ജയിലിൽ പോകുന്നതിന് തൊട്ടു മുൻപ് KV കുഞ്ഞിരാമൻ അണികൾക്കയച്ച മെസ്സേജ് ഇങ്ങനെയായിരുന്നു: ഇനി ഫോൺ സ്വന്തമായി ഉപയോഗിക്കാൻ പറ്റില്ല, ഫോൺ കൈമാറുകയാണ്, ആത്മവിശ്വാസം കൈവിടാതിരിക്കുക, രാഷ്ട്രീയ പ്രവർത്തനം പുതിയ സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയാണ്, കുറച്ചു ദിവസങ്ങൾക്കകം പുറത്തു വരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതായിരുന്നു കുഞ്ഞിരാമൻ്റെ ഒടുക്കത്തെ മെസ്സേജ്, എന്ന് വെച്ചാൽ ജയിലിൽ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള അവസാനത്തെ മെസ്സേജ്. എന്തായാലും ഇന്നലെ ശിക്ഷിക്കപ്പെട്ട മുഴുവൻ പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി പ്രതികളെ ജയിലിലെത്തിച്ചത്. ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയിലാണ് താൻ ജയിലിലെത്തിയതെന്നാണ് ജയരാജൻ്റെ ന്യായീകരണം. KV കുഞ്ഞിരാമനും മണികണ്ഠനും ഉൾപ്പെടെയുള്ള 5 പ്രതികളെ ജയിലിൽ വെച്ച് കണ്ടെന്നും അവർക്ക് വായിക്കാൻ താൻ എഴുതിയ കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം വായിക്കാൻ നൽകിയെന്നും ജയരാജൻ പറഞ്ഞു. വിയ്യൂരിൽ നിന്ന് പീതാംബരൻ ഉൾപ്പെടെയുള്ള 5 പ്രതികളെ എത്തിച്ച ശേഷമാണ് കാക്കനാട് ജയിലിൽ നിന്ന് ബാക്കിയുള്ള പ്രതികളെയും എത്തിച്ചത്. പ്രതികളുടെ അപേക്ഷ പരിഗണിച്ചാണ് കണ്ണൂർ ജയിലിലേക്കുള്ള ജയിൽ മാറ്റം. എന്തൊരു നാട്! 2 ചെറുപ്പക്കാരെ പെരുവഴിയിലിട്ട് അതിക്രൂരമായി വെട്ടിക്കൊല്ലുന്നു. പ്രതികളെ രക്ഷപ്പെടുത്താൻ പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. ഒടുവിൽ ശിക്ഷിക്കപ്പെട്ടപ്പോൾ പ്രതികളെ മുദ്രാവാക്യം മുഴക്കി വീരപരിവേഷത്തോടെ ജയിലിലേക്ക് ആനയിക്കുന്നു. ഒടുവിൽ പ്രതികളുടെ താല്പര്യമനുസരിച്ച് സ്വന്തം നാട്ടിലെ ജയിലിലേക്ക് എല്ലാവരെയും മാറ്റുന്നു. മറ്റേത് രാജ്യത്ത് നടക്കും ഇങ്ങനെയൊക്കെ? ഈ കേസിൻ്റെ അന്വേഷണം CBIക്ക് വിടാതിരിക്കാൻ പൊതുഖജനാവിൽ നിന്ന് 1,20,00,000-ലധികം രൂപയാണ് സുപ്രീം കോടതിയിലെ വിലപിടിപ്പുള്ള അഭിഭാഷകരെ ഇറക്കി വാദിച്ചതിലൂടെ സംസ്ഥാന സർക്കാർ പാഴാക്കിയത്. എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിയാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് 1 മാസത്തെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കൊലയാളികൾക്ക് വേണ്ടി ഒരുപക്ഷെ പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കി സംസ്ഥാന സർക്കാർ ഇനിയും അപ്പീൽ പോയേക്കാം. അപ്പീൽ പോകുമെന്ന് ഇതിനകം തന്നെ CPM വ്യക്തമാക്കി കഴിഞ്ഞു. ഈ കൊലയാളികൾക്ക് വേണ്ടി പൊതുഖജനാവിൽ നിന്ന് പണം മുടക്കിയാലും കയ്യും കെട്ടി നോക്കി നിൽക്കാൻ മാത്രമേ കേരളത്തിലെ പ്രതികരണശേഷിയില്ലാത്ത പൊതുജനങ്ങൾക്ക് കഴിയൂ എന്നുള്ളതും ഒരു പച്ച പരമാർത്ഥമാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ
ജീവിതവും. എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.